ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. മുളക് കൊണ്ടുള്ള തോരൻ. ഇത് നമ്മുടെ തൊണ്ടൻ മുളകിൻ്റെ അതുകൊണ്ടുള്ള തോരനാണ്. അപ്പോൾ തൊണ്ടൻ മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 10-15 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് തേങ്ങ വേണം ഇതിന്. അത് അരമുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വേണം. ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ തൊണ്ടൻ മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് ഈ മുളകൊക്കെ നന്നായി ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വഴറ്റാം. ഈ തൊണ്ടൻ മുളകൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഇതൊന്ന് ചെറുതീയിൽ വെച്ചതിന് ശേഷം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വേറൊന്നും വേണ്ട, നമുക്ക് അരച്ചൊന്നും ഇതിൽ ചേർക്കുന്നില്ല. കൈകൊണ്ട് തന്നെ തേങ്ങയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണ്. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഈ മുളക് തോരന് അധികം എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് മുളകിനകത്തുള്ള അല്ലി മാറ്റാവുന്നതാണ്. അപ്പോൾ അധികം എരിവ് കാണത്തില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് തോരൻ തയ്യാറായിട്ടുണ്ട്. ഈ തൊണ്ടൻ മുളകൊക്കെ കിട്ടുന്ന സമയത്ത് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ ഓർമ്മിക്കണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വിഭവമായി കാണാം. ഇതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.